കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് കണ്ണൻ കാത്തിരിക്കുന്നത് ഭക്തരെ എന്ന് നോക്കണ്ടേ? അമ്പാടിയിലെ ഏതൊക്കെ വേഷങ്ങളാണ് ആടുന്നത് എന്നറിയില്ലല്ലോ. നമുക്കപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ വന്ന് അത്തിമര ഗണപതിയെ, അതായത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ വരാം. എന്നിട്ട് അങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ രണ്ട് വലിയ കൊമ്പുകൾ, അതിന് സ്വർണം പതിച്ചത് ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അങ്ങനെ നമ്മൾ വാതിൽപ്പടി ഇങ്ങനെ കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. എന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വിശേഷമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല രസം, നല്ല കൗതുകമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ആ നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണുന്നു. പിന്നെ ഭഗവാന്റെ മുകളിലുള്ള ആ സ്വർണ്ണ ഗോപീതിലകത്തിൻ്റെ ആ ഒരു കാഴ്ച കാണുന്നു. അതൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകൾ കാണാണ്ട്, രണ്ട് കാൽത്തളകൾ കാണാണ്ട്, പിന്നെ ചെറിയൊരു ഉണ്ണിയാട്ടോ, ചെറിയ ഉണ്ണി. അങ്ങനെ ഒരു കാലിങ്ങനെ പൊക്കിയിട്ടുണ്ട്. വലത്തെ കാലിൻ്റെ ആ വിരൽ അങ്ങനെ ഉണ്ണുകയാണ് കേട്ടോ. വെറുതെ അല്ല, അന്ന് ഒന്നും കിട്ടിയിട്ടില്ലേ. എനിക്ക് തോന്നുന്നത് വിശപ്പായിട്ടാണെന്നുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. വെണ്ണ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അമ്മ വെണ്ണ കൊടുക്കാൻ മറന്നോ എന്താണെന്നറിയില്ല. എന്തായാലും ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് വാരി എടുക്കാൻ തോന്നും. അത്രയ്ക്ക് ചെറിയ കുട്ടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ വലത്തെ കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോയി നുണയാണ് കേട്ടോ. ഉണ്ണ് തന്നെയാണ്, ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഇതാണ്. എന്തൊരു കുസൃതിയാണ്. ധാരാളം ഇപ്പോൾ എണ്ണയൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ച് കഴിച്ച ഉണ്ണിയാണ്, എന്നിട്ടും കാട്ടണ കണ്ടില്ലേ. ആ ഒരു കുസൃതി, അതാണ് രസം. അങ്ങനെ നോക്കുമ്പോൾ ആ കുഞ്ഞു കുണ്ടൊക്കെ അങ്ങനെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും കുഴപ്പമില്ല. എന്നിട്ടും അങ്ങോട്ട് വായയിലേക്ക് ആ ഉണ്ണാണ് വിരൽ. അങ്ങനെ രണ്ട് കാലിങ്ങനെ ഇതായിട്ട് ഉണ്ട്. ആ വലത്തെ വിരലാണ്, വലത്തെ കാലിൻ്റെ വലിയ പെരുവിരലിങ്ങനെ ഉണ്ണാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ ഒരു വളയം പോലത്തെ മാല കാണാണ്ട് അങ്ങനെ ചെരിഞ്ഞ് ഉള്ളത്, അതേപോലെ ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഒരു ഗോപീതിലകം നെഞ്ഞത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് അതിൻ്റെ ആ ഒരു തിളക്കാണ് നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണേണ്ടത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, പീലി തിരുമുടി വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടി മാലകൾ രണ്ടെണ്ണം ഉണ്ട്. വെളുത്ത പൂവ് ഒറ്റയ്ക്കുള്ളൊരു മാലയും, അതേപോലെ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളൊരെണ്ണം. അങ്ങനെ രണ്ട് മാലകളുണ്ട്. അതേപോലെ വലിയ രണ്ട് നല്ല തിക്കായിട്ടുള്ള രണ്ട് ഉണ്ടമാലകളുണ്ട്. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി ഏകദേശം ഒരേപോലെ. പിന്നെ ഒരെണ്ണത്തിൽ വെളുത്ത പൂ കുറച്ച് അധികമുള്ള പോലെ, അങ്ങനെയാണ്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ തുളസി മാലയുണ്ട്. മാലകളിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിലൊക്കെ രസം അതിൻ്റെ നടുക്കുള്ള ആ ഉണ്ണിക്കണ്ണനാണ്. ആ ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ എത്ര 6 മാസം പ്രായമായോന്നേ തോന്നുള്ളൂ, അത്രയേ ഉള്ളൂ. 6 മാസം 7 മാസമൊക്കെ ഉള്ള അത്രയും ചെറിയ ഉണ്ണിയാണ്. ആ ഉണ്ണി ഇങ്ങനെ കാലിൻ്റെ ആ ഒരു എന്താ പറയുക പെരുവിരലിങ്ങനെ ഉണ്ണാണ്, അതാണ് കാണുന്നത്. അപ്പോൾ നല്ല രസകരമായ ഒരു കാഴ്ച. അമ്പാടിയിലെ ഓരോരോ അത്ഭുതങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഇവിടെ കളഭാലങ്കാരത്തിലൂടെ അങ്ങനെ പുനർജനിക്കുകയാണ്. ആ ഭഗവാൻ തന്നെ നിമിത്തമായിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഓദിക്കന്മാർക്ക്. ഇന്ന് ഇതായിക്കോട്ടെ, ഇന്ന് എൻ്റെ ഈ രൂപമായിക്കോട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ആ കൈവിരലുകളിൽ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവരതങ്ങനെ ആ വിഗ്രഹത്തിൽ ചാർത്തുകയാണ്. അതാണ് ആ കളഭാലങ്കാരം. ആ ഉച്ചപൂജ കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു കളഭാലങ്കാരം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച.
അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് എല്ലാവരും അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് അങ്ങോട്ട് തൊഴുതോളൂ കേട്ടോ. ആ നാരായണനെ, ആ വെണ്ണക്കണ്ണനെ അങ്ങോട്ട് കണ്ട് തൊഴുതോളൂ. ആ എന്താ പറയുക, കാലിൻ്റെ പെരുവിരൽ ഉണ്ണുന്ന ഉണ്ണീനെ അങ്ങോട്ട് കണ്ട് തൊഴുതോളൂ. അപ്പോൾ എല്ലാ ദുഃഖവും അവിടെയാണ് തീരുകയാണ്. കാരണം ഇത് കണ്ടാൽ പിന്നെ നമ്മൾ ആ ഉണ്ണിക്ക് ഒന്നും കിട്ടാത്തതല്ലേ എന്നൊക്കെ തോന്നുകയാണ്. എന്തൊരു കുസൃതിയാണ് കാണാമെന്നിങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളാണ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത് ആ തിടപ്പള്ളി നോക്കി തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴോ അവിടെ ഇന്ന് അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ആ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു ഇത് വെച്ചിട്ടുണ്ട്, കിരീടം. അതേപോലെ നല്ല ഒരു 2 കദളിപ്പഴം വെച്ചിട്ടുണ്ട്. നല്ലൊരു പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം, അതിനെക്കാട്ടിലൊക്കെ ഉപരി ധാരാളം പൂക്കളാണ്, അർച്ചന പൂക്കളാണ്. പിന്നെ വലിയൊരു മാലയുണ്ട് കേട്ടോ, സ്വർണത്തിൻ്റെ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടെ തൊഴുത് നമ്മളങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം, തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ചെറിയ ഗണേശനെ കാണാൻ കോർണറിലെത്തിയാൽ അതൊന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ നമ്മൾ നേരെ വാമന രൂപവും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അനന്തൻ്റെ അടുത്തേക്ക് വരികയാണ്. അനന്തശായിയായ ആ ഭഗവാനെ കാണാനായിട്ട്, ആ പത്മനാഭനെ കാണാനായിട്ട് ഇങ്ങനെ വന്നാൽ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കിയാൽ എന്ത് രസമാണെന്നറിയോ. ഓരോ അണുവിട നമുക്കിങ്ങനെ കാണാൻ കഴിയും. നല്ല ധാരാളം പൂക്കളിങ്ങനെ വലിയ മാലകൾ ധാരാളമുണ്ട്. നല്ല തുളസിമാല മുകളിലുണ്ട്, അതേപോലെ താമരമാല മുകളിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ തിരുദേഹത്തിങ്ങനെ നല്ല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീരാമനെയും ബലരാമനെയും ഭാർഗവരാമനെയും ഒക്കെ കണ്ട് കൃഷ്ണനെ കണ്ട് തൊഴാം. പിന്നെ ആ മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ വെളുത്ത മാലയും ചാർത്തിയിട്ടുണ്ട്, വെളുത്ത ഭസ്മവും അഭിഷേകവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിൻ്റെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നിപ്പോൾ അധികം പൂക്കളും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. അത്രയും ശക്തി കൂടിയ ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാതെ നമുക്കൊരു രക്ഷയില്ല, പ്രാർത്ഥിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മുടെ ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊട്ടടുത്തുള്ള താമരക്കണ്ണന് എന്ത് നൽകാൻ ശേഷിയുള്ള ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം നോക്കി തൊഴാം. പിന്നീട് ആ മണിക്കിണറും അതേപോലെ കണ്ണൻ്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനി, നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് പ്രസാദ കൊടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ട് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം.
അതിനുശേഷം നമ്മൾ നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ എത്തുമ്പോൾ കുറച്ചൊക്കെ ഒരു തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വന്ന് ഭഗവതിയെ കാണാൻ നോക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഗോളകയാണ് കേട്ടോ. ബാക്കി ഇങ്ങനെ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, പച്ച കളറുണ്ട്, പച്ചപ്പട്ടുമുണ്ട്. അങ്ങനെയാണ്. ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഗോളക ഇറക്കി ഇനിയിപ്പോൾ എപ്പോഴാണ് അലങ്കാരങ്ങൾ മുഴുവൻ വരിക എന്നറിയില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. പിന്നെ ധാരാളം ചുവന്ന പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ ധാരാളം ഉണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ ചുവന്ന പൂക്കളുകൊണ്ട് മാലകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ആ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ സ്മരിക്കുക. എന്നിട്ട് തൊഴുതതിന് ശേഷം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വീണ്ടും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഉണ്ണീനെ, വിരലുണ്ണുന്ന ഉണ്ണീനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാലോ അയ്യപ്പസ്വാമി ഇങ്ങനെ ആ മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വലിയ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാതിലൊക്കെ അങ്ങനെ ഗോപീതിലകം വെച്ച മാതിരി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു ഗോപീതിലകം തൊട്ടിട്ടുണ്ട് നെറ്റിയിൽ. അങ്ങനെ ആ ഒരു കറുത്ത മുണ്ട്, വൗണ്ടുണ്ട്, അതിൻ്റെ മുകളിൽ കറുത്ത മുണ്ട് ഇങ്ങനെ ഇടക്കെട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കാഴ്ച. അഭയഹസ്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ, ശ്രീ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരം നോക്കിയിട്ട് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് കടന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയാമർദ്ദന രൂപം കാണാൻ കണ്ടു തൊഴാം. പിന്നെ നേരെ നമ്മൾ കുറച്ചിങ്ങോട്ട് പോകുന്ന അന്നലക്ഷ്മി ഹാളിൻ്റെ അപ്പുറത്തുള്ള നാരായണീയം ഒക്കെ വായിക്കുന്ന നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അതിങ്ങനെ ആ ചില്ലുംകൂട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് കണ്ട്, അത്രയും മഹാനുഭാവൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണല്ലോ, അപ്പോൾ അത് കണ്ടത് വളരെ നല്ല കാര്യം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവതിയുടെ അവിടെ വരുന്ന ഒന്നുകൂടി തൊഴുത് പിന്നെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ തൊഴുതതിന് ശേഷം തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഒരു അവരുടെയും കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇനിയിപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതേപോലെ ഒരു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രഭിത്ത് രേവതി, അദ്ദേഹത്തിന് തലയിൽ വേദനയാണ്, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ സത്യഭാമ ആയില്യം, അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രദീപ് കുമാർ ചതയം, അദ്ദേഹത്തിന് ദേഷ്യം മാറാൻ വേണ്ടിയിട്ടാണ്. അശ്വതി, അവർക്ക് വൈകല്യങ്ങളുണ്ട് ആ കുട്ടിക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള ഗുരുവായൂർ ഓൺലൈനിലെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ച് എല്ലാവരും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ കൂടി പറയാം. ഇന്ന് നമ്മൾ തിരുപ്പതി ബാലാജിയുടെ, അതായത് 7 സപ്തഗിരികളാണല്ലോ, ആ സപ്തഗിരികൾ ചേർന്ന ആ ഒരു ഗിരിയിലാണ് നമ്മുടെ ബാലാജി ഇരിക്കുന്നത്. അതായത് ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി,
ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി. ആ വെങ്കിടാദ്രിയിലാണ് നമ്മുടെ തിരുപ്പതി വെങ്കിടേശൻ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരാൻ വൈകുണ്ഠത്തുനിന്ന് അങ്ങനെ പോന്ന് ശ്രീനിവാസനായിട്ട് വന്ന് പിറന്ന് അങ്ങനെ എല്ലാറ്റിനും ഓരോ കാരണം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഭൃഗു മഹർഷിയാണ് ഈ ഒരു തിരുപ്പതിയിലെ വരവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കാരണം ഉണ്ടായത്. ഭൃഗു മഹർഷി വന്നിട്ട് ശ്രീവത്സം ഒന്നായിട്ടൊന്നാണ് ചവിട്ടി വലിച്ചല്ലോ. ആ ഒരു ചവിട്ടാണ് കൊണ്ടപ്പോൾ തൻ്റെ ഭർത്താവിനെ ചവിട്ടിയിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ തെറ്റിപ്പോന്ന ആ ലക്ഷ്മി ദേവി കാരണം ഒന്നും ചെയ്തില്ല, ആ ചവിട്ട് കൊണ്ട് അങ്ങനെ ഇരുന്നു. ഭൃഗു മഹർഷിയുടെ ആ തൃപ്പാദം ആണ് ഭഗവാന്റെ എന്താ പറയുക നെഞ്ഞത്ത് മാറിലുള്ള ശ്രീവത്സമായിട്ട് പതിഞ്ഞിരിക്കണത്. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ സഹിക്കാൻ വയ്യാതെ ലക്ഷ്മി ദേവി അവിടുന്ന് പോന്നു, ഭൂമിയിലേക്ക് പോന്നു. അങ്ങനെ ഭൂമിയിലേക്ക് പോന്നപ്പോൾ പിന്നെ ലക്ഷ്മി ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൂപ്പരും പോന്നു. അങ്ങനെ മൂപ്പര് പോന്നിട്ടാണ് ആ ശ്രീനിവാസനായിട്ട് അങ്ങനെ ജന്മെടുത്തതും അതിനുശേഷം ലക്ഷ്മി ദേവി ആ പത്മാവതിയായിട്ട് ജനിച്ചു എന്നുള്ള അതിൽ പത്മാവതീനെ അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അന്നൊക്കെ കാശ് വേണം, ഇന്നത്തെക്കാട്ടിലും കൂടുതൽ കാശ് അന്ന് വേണത്രേ. അങ്ങനെ ആ അവസ്ഥയിൽ കുബേരൻ്റെ അടുത്ത് നിന്ന് കല്യാണത്തിനുള്ള കാശ് കടം വാങ്ങിയിട്ട് കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ നോക്കുമ്പോൾ എങ്ങനെ ആയാലും കടം വീടണില്ല. അപ്പോൾ ഇന്നും നമ്മൾ തിരുപ്പതിയിൽ കാണിക്ക അർപ്പിക്കുന്നത്, ആ കാണിക്ക അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് അതൊരു പ്രത്യേകതയാണ്. ആ കിട്ടുന്ന പൈസ മുഴുവൻ കുബേര ഭഗവാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രേ. ആ കടം വീടണില്ല, ശ്രീനിവാസൻ്റെ കടം എന്തേവരെയും വീടണില്ല എന്നാണ് ആ തിരുപ്പതിയിൽ. അപ്പോൾ അത് ആ കാണിക്കയുടെ നമ്മളെന്താ അർപ്പിച്ചാലും നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ചെന്നിട്ട് ഒരു കിഴി കെട്ടിയിട്ട് എന്താണോ പൈസ കൊടുക്കുന്നത് വെച്ചാൽ ആ പൈസ കിഴി കെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നാ. കിഴി കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ദർശനത്തിന് ചെന്നാൽ വളരെ എളുപ്പത്തിൽ ദർശനം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ വെറുതെ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു കിഴിയിലായിട്ട് പൈസ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദർശനത്തിനും സുഖമാവും, ദർശനം കിട്ടാനും തിരക്കില്ലാതെയാവുന്നതാണ്. അതേപോലെ ദർശനം കിട്ടിയാൽ നമ്മൾ പറയേണ്ടുന്നൊരു ഭാഷ ബാലാജി, അതായത് വെങ്കടേശ്വരൻ, നമ്മൾ വെങ്കടേശ്വരനെ ദർശിച്ചു, അതായത് കണ്ടു എന്നല്ല, നമുക്ക് ദർശനം തന്നു എന്നാണ് പറയേണ്ടത്. അതായത് നമ്മളെ അഹന്ത അല്ല, ഞാൻ ഭഗവാനെ പോയി കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് ഭഗവാനെ കണ്ടു എന്നാണ്. നേരെ മറിച്ച് എനിക്ക് ഭഗവാൻ ദർശനം തന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഭഗവാൻ നമുക്ക് ദർശനം തന്നു എന്നാണ്. അപ്പോൾ ആ ഒരു നമ്മളിലുള്ള അഹങ്കാരത്തെ അവിടെ അങ്ങോട്ട് ഒഴിവാക്കുന്ന തരത്തിലാണ് തിരുപ്പതിയിൽ. അതുപോലെ അവിടെ പോയിട്ട് മൊട്ട അടിച്ചാലും നമ്മളവിടെ ശിരസ്സ് കുനിച്ച് നമ്മുടെ അഹങ്കാരത്തെ അവിടെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് തൃപ്പാദത്തിൽ ആ ഒരു ശമനത്തിന് വേണ്ടിയിട്ടാണ് ആ മൊട്ട അടിക്കുന്നത് എന്നൊക്കെയാണ് അവിടുത്തെ ഐതിഹ്യങ്ങൾ ഓരോന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ആ ഭഗവാൻ വൈകുണ്ഠവാസനായ ഭഗവാൻ പോലും കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതിരിക്കുക. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എന്താ നമുക്ക് കടമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം എന്നോട് പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഞാനടക്കമുള്ള എല്ലാവർക്കും ആ ഒരു എന്താ പറയുക അനുഭവമാണതേ. ഭഗവാന് പോലും കടമുണ്ട്, പിന്നെയാണോ നമുക്ക് കടം എന്നാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ കാര്യങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കോളും. എല്ലാ കഷ്ടങ്ങളും ഒക്കെ മാറും. ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ച ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ചയുണ്ട്. ഒരു മലയിൽ തന്നെ നമ്മൾ നോക്കിയാലേ ഒരു മല കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇറക്കാണ്. അതേപോലെ തന്നെയാണ് ഓരോന്നിനും ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്. അപ്പോൾ നമ്മളും എന്നും ആർക്കും ഒന്നും ശാശ്വതമല്ല. എന്നും പൂർണ്ണമായിട്ട് അസുഖമൊന്നുമില്ലാതെ എന്താ പറയുക നല്ല ധനാഢ്യനായിട്ടിരിക്കാനൊന്നും ആർക്കും കഴിയില്ല. ധനാഢ്യനായിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ശാരീരിക സൗഖ്യം അല്ലെങ്കിൽ മാനസിക സൗഖ്യത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ എന്നും ദരിദ്രരായിരിക്കാനും ആർക്കും കഴിയില്ല. അവർക്ക് ആ ദരിദ്രരായിരുന്ന പിറന്നു അല്ലെങ്കിൽ കുറച്ചു കാലം ജനിച്ചു, അങ്ങനെ അതിന് ശേഷം അവരിലും നല്ല സമയം വരും.
അപ്പോൾ എല്ലാവർക്കും ഓരോ സമയങ്ങളും സമയദോഷങ്ങളും ഒക്കെ വരുന്നതാണ്. ഭഗവാന് പോലും ഉണ്ടാവുന്ന ത്രിമൂർത്തികൾക്ക് പോലും ഓരോ സമയത്ത് ഓരോന്നുണ്ടാവുന്നോ. ഇപ്പം ഇന്നലെ നമ്മൾ ഒരു കഥ പറഞ്ഞല്ലോ, ബ്രഹ്മദേവൻ്റെ തലസ്, അതായത് ശിരസ് നുള്ളിയ ശിവൻ്റെ കഥ. അവിടെ അദ്ദേഹം നുണ പറഞ്ഞു. അതേപോലെ കൈതപ്പൂവും നുണ പറഞ്ഞപ്പോൾ അവരെ കൈതപ്പൂവിനെ പൂജയ്ക്ക് എടുക്കാതെ ആക്കി, ബ്രഹ്മദേവനെ പൂജ കൈക്കൊള്ളാൻ പറ്റാതെ ആക്കി അപ്പോൾ ശിവൻ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. ഭഗവാന്റെ ഓരോരോ മൊത്തത്തിൽ മായയാണ്. ആ മായയിൽ ഉൾപ്പെട്ട് ഭഗവാന്മാരും നമ്മളും ഒക്കെ അങ്ങനെ ഉഴലുമ്പോൾ നമുക്ക് ആകെ കിട്ടാനുള്ളത് തന്നെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാഴ്ചയാണ്. നാരായണ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ നാരായണൻ്റെ കാൽപാദത്തിൽ, ആ ഗുരുവായൂരപ്പൻ്റെ കാൽപാദത്തിൽ ഇങ്ങനെ അഭയം തേടുക. അപ്പോൾ എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ കാണിച്ചു തരും. ഇത്രയൊക്കെ കട ഉണ്ടെങ്കിലും ബാലാജി അവിടെ ചെന്ന് ദർശനം കിട്ടുന്ന ആൾക്കാർക്ക് അവർക്ക് എന്നും അനുഗ്രഹം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കൊടുക്കുന്നതിൻ്റെ ഇരട്ടിക്ക് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ദൈവിക ചൈതന്യമാണ് ആ തിരുപ്പതിയിൽ. അങ്ങനെ തന്നെയാണ് ഇവിടെയും. എല്ലാ ഭാഗത്തും ഭഗവാന്റെ ഓരോരോ ലീലകൾ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.